സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മഹാഭാരതം പോലുള്ള ഇതിഹാസ പുരാണങ്ങളുടെ കാലം മുതൽ മനുഷ്യകുലത്തിൽ ജീവിച്ചു പോന്നവരാണെങ്കിലും ഈ 21-ാം നൂറ്റാണ്ട് വരെ പരിഹാസത്തിന്റെയും അവഗണനയുടെയും ആത്മനിന്ദയുടെയും ലൈംഗിക ചൂഷണത്തിന്റെയും പ്രണയനിഷേധത്തിന്റെയും അടിയിലമർന്ന് അസ്വതന്ത്രരായി കഴിയുകയായിരുന്നു സ്ത്രീ പുരുഷ നിർവചനങ്ങൾ കൊണ്ട് വിശദീകരിക്കാനാവാത്ത ശാരീരികവും മാനസികവുമായി വ്യത്യസ്തരായ കുറേയധികം ആളുകൾ. പല നാടുകളിൽ പല പേരുകളിൽ അവർ അറിയപ്പെട്ടു. അന്ധന്മാർക്കും മൂകബധിരർക്കും മന്ദബുദ്ധികൾക്കും നൽകുന്ന ജോലി പോലും അവർക്ക് ആരും കൊടുത്തിട്ടില്ല. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് നഗരാതിർത്തികളിൽ കഴിഞ്ഞുകൂടുന്ന സഹജീവികളെ കണ്ടെത്തി അവമതിക്കപ്പെടുന്ന തൊഴിലുകൾ ചെയ്ത് കാലം കഴിക്കേണ്ടി വന്നു ഈ ഹതഭാഗ്യർക്ക്. എന്നാൽ ഇപ്പോൾ സ്ഥിതി പതുക്കെ മാറി വരികയാണ്. ഭിന്നലിംഗം കുറ്റകരമല്ലെന്നും പ്രകൃതിയിലെ ഒരവസ്ഥ മാത്രമാണെന്നും മറ്റു പല രാജ്യങ്ങളിലും എന്ന പോലെ ഇന്ത്യയും അംഗീകരിച്ചു കഴിഞ്ഞു. 2014 സുപ്രധാനമായ ഒരു വിധിയിലൂടെ നമ്മുടെ പരമോന്നത നീതിപീഠം അവരെ മനുഷ്യരായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അവരിലൊരാളാണ് വേറിട്ട കാഴ്ചകളിൽ നിന്ന് നമ്മുടെ അതിഥി, ചിത്രകാരിയും നർത്തകിയുമായ ശ്രീകുട്ടി. കുട്ടിക്കാലത്ത് വളരെ ഡിസ്ക്രിമിനേഷനൊന്നും അധികം ഇല്ലാതെയാണ് നമ്മൾ ജീവിച്ചത്. പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി അവർ എല്ലാവരും തുല്യമായുള്ള രീതിയിലാണ് ഒരു കൺസൾട്ടേഷൻ വീട്ടിൽ നിന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ രീതിയിലാണ് നമ്മൾ കുട്ടികളായിട്ട് വളർന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോൾ വളരെ സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും വീട്ടുകാരൊക്കെ വളർത്തുന്നത്. അവർക്കറിയില്ലല്ലോ പിന്നെ ഇനി എൻ്റെ ഉള്ളിൽ ഞാനൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം അന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. വീട്ടുകാർ കാണാതെയാണ് ഞാൻ അന്ന് തന്നെ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിടുക, ഫ്രോക്കൊക്കെ ഇട്ട് അവർ കാണാതെ ഡാൻസൊക്കെ കളിക്കുക. അപ്പോൾ ഇങ്ങനെ ഡാൻസിൻ്റെ ഒരു വാസന ഉള്ളതുകൊണ്ട് വീട്ടുകാർ തന്നെ എന്നാൽ പിന്നെ ഡാൻസ് പഠിപ്പിച്ചാൽ കുറച്ച്. അപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയില്ല. കാരണം അന്നത്തെ കാലത്ത് വളരെയേറെ ഇതിനെക്കുറിച്ചുള്ള അപബോധങ്ങൾ വളരെ കുറവാണ്. ഇന്ന് പോലും യഥാർത്ഥത്തിൽ ആർക്കും എന്താണ് ഇതിനുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അന്ന് ആ ഒരു രീതിയിൽ അവരെന്നെ ഡാൻസിന് പഠിപ്പിച്ച് ഡാൻസ് കളിക്കാനൊക്കെ കുട്ടിക്കാലത്ത് പോയി. അങ്ങനെ കുട്ടിക്കാലം വളരെ ഒരു വിവേചനമൊന്നും ഇല്ലാത്ത നല്ലൊരു ജീവിതമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇനിയൊരു കുട്ടിയാവാനായിരിക്കും ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ. കാരണം വിവേചനങ്ങളില്ലാതെ ഒരു ജീവിക്കാനുള്ള ഒരു ആർക്കും ഒരിടത്തും നിന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഒരു ആൺ പെണ്ണെന്നുള്ളൊരു വ്യത്യാസം തരാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്കാലത്തിന് മാത്രമേ സാധിക്കൂ. ഹൈസ്കൂളിലേക്ക് കടന്നു വരുന്ന ആ ഒരു സമയത്തിലാണ് നമ്മൾ ആ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്. കാരണം നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. നമ്മളിലുണ്ടാവുന്ന ആ ഒരു സെക്സ്വാലിറ്റിയുടെ വ്യത്യാസം, അതായത് അതുവരേക്കും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കൂട്ടിലെ സഹപാഠികളായിട്ടുള്ള കുട്ടികളെ, അതാണ് ആൺകുട്ടികളെ. പിന്നെ നമ്മുടെ ഹൈസ്കൂളിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു കാമിതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രണേതാവിനെ പോലെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ അവരെ സമീപിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള ഫീലിങ്സ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അച്ഛനോടോ നമുക്ക് അമ്മയോടോ നമ്മുടെ നമുക്കിങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ ആൺകുട്ടികളായ കുട്ടികളടുത്ത് നമുക്കിങ്ങനെ അത് പറയാൻ പറ്റില്ല. കുട്ടികളടുത്ത് ഇങ്ങനെ നമ്മുടെ വ്യത്യാസത്തെക്കുറിച്ച് ആരോടും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ വീർപ്പ് മുട്ടിയാണ് നമ്മൾ മുന്നോട്ട് പിന്നെ ജീവിക്കേണ്ട അവസ്ഥ വരുന്നത്. മെയിൽ ബോണിൽ നിന്ന് ജനിച്ചിട്ട് വന്നിട്ട് ഫീമെയിലായിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു അവസരമാണ്. ആ അവസരത്തിലാണ് പലരുടെയും കാരണം ഒരു ആത്മഹത്യ വരെ ചെയ്യുന്നത്. നമ്മൾ നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് ആത്മഹത്യകൾ ചെയ്യുന്നു എന്ന് പറയുന്നു. കാരണം അവർക്ക് സ്വന്തം ബോഡിയെയും മനസ്സിനെയും തമ്മിൽ തന്ത്രപ്പെടുത്തി അത് ജീവിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലാണ് അവർക്ക് പിന്നെ അവരുടെ മുന്നിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അതായത് ഇപ്പം മെയിൽ ടു ഫീമെയിലായിട്ടുള്ള ആൾക്കാർ കുറേയൊക്കെ ഈ ആത്മഹത്യയിൽ നിന്ന് തരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ പ്രവണത ആത്മഹത്യ ചെയ്യപ്പെടുന്നത് ഫീമെയിൽ ടു മെയിലാണ്. കാരണം അവർ ഫീമെയിലായിട്ട് ജനിച്ചിട്ട് അവർക്കൊരു മെയിൽ ഓർഗാനായിട്ട് മെയിൽ പ്രവണത പ്രകടിപ്പിച്ച് തുടങ്ങുമ്പോൾ ഇത് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വീടുകളിൽ നിൽക്കുമ്പോൾ. ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പിന്നെ ഇത് മഹാഭാവം പോലെയൊക്കെ മനസ്സിൽ ഇതിനെ ഒരു കൗൺസിലിംഗ് കൊടുക്കാനോ അങ്ങനെയുള്ള രീതികളൊന്നും സ്കൂളുകളില്ല. കുട്ടികളിൽ വരുന്ന ഈ ഒരു ഭാവവ്യത്യാസം ഇത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കൗൺസിലിംഗ് സെൻ്ററൊന്നും നമ്മുടെ സ്കൂളുകളിൽ നിലവിലില്ല. ആ കാലഘട്ടത്തിൽ അപ്പോൾ ഈ കുട്ടികൾക്ക് നേരെ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി അവരെ മുന്നിൽ കാണുന്നില്ല.
അപ്പോൾ നമ്മളൊക്കെ ഈ അവസരങ്ങൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമെന്നുള്ള ചിന്തയിലാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെന്ന് നമ്മൾ അന്ന് പുറം ലോകമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല, നമ്മൾ ആരും അറിയുന്നില്ല. നമ്മൾ ആ സ്കൂള് കോളേജിൽ ഒരു 300-400 കുട്ടികൾ പഠിക്കണമെങ്കിൽ ആ കുട്ടികളുടെ ഇടയിൽ തന്നെ 1-2 പേരെ ഉണ്ടാവത്തുള്ളൂ, ഇങ്ങനെ ഒരു വ്യത്യാസം. അപ്പം അവർ പരസ്പരം കാണണമെന്നില്ല. അപ്പോൾ ഇത്രയും ബോയ്സ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പോൾ എന്നിലായിരിക്കും എല്ലാവരും ഒരു കണ്ണിൽ. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടക്കുന്നു, വരുന്നു, ചിന്തകൾ, അവരിൽ നിന്ന് പോണ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അവർ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷനാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. ആ കാലം അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഞങ്ങൾ ഇങ്ങിൽ നിന്ന് മറ്റ് ആൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് മനസ്സിലുണ്ടാവണം. തിരുവനന്തപുരത്ത് തമ്പാനൂർ രാജാജി നഗറിൽ ശാന്ത ശ്രീധരന്മാരുടെ ഈ കുട്ടി കാഴ്ചക്കാർക്കെല്ലാം ശ്രീകുമാർ എന്ന ആൺകുഞ്ഞായിരുന്നെങ്കിലും ഒരു പെൺകുട്ടിയായാണ് സ്വയം സങ്കല്പിച്ചു പോകുന്നത്. ബാല്യകൗമാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അവന് അഥവാ അവൾക്ക് മനസ്സിലായി തന്റെ മനസ്സ് ശരീരവുമായി ഒത്തുപോകുന്നില്ല എന്ന്. ബിരുദവും ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചിട്ടും ഒരു വിചിത്ര ജീവിയെ പോലെയാണ് ശ്രീകുമാർ സ്വീകരിക്കപ്പെട്ടത്. കപട സദാചാരത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലെത്തി നൃത്തം അഭ്യസിച്ച ശ്രീകുട്ടി തോൽക്കാൻ തയ്യാറില്ലായിരുന്നു. ടെലിഫോൺസിൽ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ ഔദ്യോഗിക രേഖകളിൽ ശ്രീകുമാർ ആൺകുട്ടിയായിരുന്നതുകൊണ്ട് പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബ പെൻഷൻ അധികാരികൾ നിഷേധിച്ചപ്പോൾ അവൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. കൂടുതൽ സഹോദരങ്ങൾക്ക് കൂടുപൊട്ടിച്ച് പുറത്തുവരാൻ ആത്മധൈര്യം നൽകുന്ന സെക്ഷൽ ജെൻഡർ മൈനോറിറ്റി ഫെഡറേഷന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീകുട്ടിയും കൂട്ടുകാരും തങ്ങളുടെ ലിംഗസമത്വം സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം. അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ടീനേജ് പ്രായത്തിലാണ് അവർ ഏത് ഭാഗത്തോട്ട് തിരിയണം. അതായത് അവരുടെ കരിയർ ഇനി മുന്നോട്ട് പോകുന്നത് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് അവർ കരിയർ ഏത് ഭാഗത്തോട്ട് പോകണമെന്ന് അവർ സ്വയം തീരുമാനിക്കുന്നത്. ആ സമയത്താണ് അപ്പം ഞങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ മുളയിൽ വിരിഞ്ഞു വന്ന മൊട്ടിനെ അവിടെ വെച്ച് നുള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് വളരാനുള്ളൊരു അവസ്ഥയില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സ്വപ്നമില്ല. അപ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം അവിടെ വെച്ച് നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അവസ്ഥയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു അവസ്ഥയാണ് സാധാരണ കണ്ടുവരുന്നത്. അതായത് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വീടുകളിൽ നിന്നുള്ളൊരു പരിഹാസം, ചിലപ്പോൾ അമ്മയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഇതിനെതിരാണ്. കാരണം ആണായിട്ട് ജനിച്ചത് നീ എന്തിങ്ങനെ നടക്കുന്നത്, പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ അങ്ങനെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ആൺകുട്ടിയെ പോലെ നടന്നുകൂടെ എന്നുള്ള ഒരു ചിത്രം അവരെ മുന്നിൽ പലരും ചോദിക്കും. നമുക്ക് ആ ഒരു സമയത്താണ് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങൾ കരുതുന്നത് വീട്ടിൽ മാത്രമായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശല്യമുള്ളൂ, ഇവരെ ഇടയിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നത് ഈ സമൂഹത്തിൻ്റെ മുന്നിലാണ്. അത് വളരെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ സമൂഹവും അതേ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. കാരണം അവർ നമ്മൾ 2 കൈ തൊട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളിലുള്ള ഈ കലകളും നമ്മളിലുള്ള ഈ ആഗ്രഹങ്ങളൊക്കെ വളരെ വലുതായി തന്നെ മാറിയേനെ. പക്ഷെ അവർ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പലരും പരിഹാസത്തോടെയും പുച്ഛത്തോടെയും പിന്നെ അടിച്ചും ഒക്കെ തുരത്തുന്നൊരു പ്രവണതയാണ് നമ്മുടെ കേരളത്തിലെ സമൂഹമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഒളിച്ചോടിയാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് ചേക്കേറുന്നത്. കേരളത്തിൽ കുറച്ച് തമിഴ്നാട്ടിലാണ് കുറച്ച് കാലം ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ നമ്മുടെ ടീനേജ് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ, അതായത് ചിത്രകലകളിലോട്ടോ അല്ല ഡാൻസിലോട്ടോ പാട്ടിലോട്ടോ എന്തൊക്കെ കഴിവുകളൊക്കെ കൊണ്ട് ആ കഴിവിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി തിരിയണമെങ്കിൽ നമുക്ക് അത് അവിടെ ഈ ടീനേജ് പ്രായത്തിലാണ് നമുക്ക് അതിനുള്ള ട്രെയിനിങ് തരുന്നത്. ആ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം നിഷേധിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും ഞങ്ങളുടെ പ്രണയങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് പ്രണയിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെട്ടവരെ പ്രണയിക്കാൻ പറ്റുന്നില്ല. പ്രണയ മനസ്സിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിച്ചു പോകുന്നവരാണ്. സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കാനും പോലുമുള്ള ഒരു അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ഐഡിയൽ ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും നല്ല സ്നേഹമാണ്, എല്ലാവരോടും നല്ല സഹകരണമാണ്. എന്നാൽ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് റിയാക്ട് ചെയ്ത് തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കൂട്ടം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര ഒരു ധൈര്യം നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ വരാറുണ്ട്. അവള് ഫസ്റ്റിലെ വരുമ്പം തന്നെ പുറകിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വരെയും അവളുടെ ധൈര്യം കണ്ടിട്ട് കുറച്ചുകൂടെ ധൈര്യം വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളല്ല മെയിൻ സ്ട്രീമിലേക്ക് വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് വരാനുള്ളത്, ഇവർ തന്നെ വരുമ്പോൾ ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ ഈ സ്ത്രീകുട്ടിയൊക്കെ പോലെയുള്ള ആൾക്കാർ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യയിൽ
30 ലക്ഷത്തോളം വരുന്ന ഈ ജനവിഭാഗത്തിനു വേണ്ടി സംസാരിക്കാൻ ഇന്ന് ശ്രീകുട്ടിയെ പോലെ, ലക്ഷ്മി നാരായൺ ത്രിപാഠിയെ പോലെ ധാരാളം പേർ മുന്നോട്ട് വരുന്നുണ്ട്. ഈയിടെ തിരുവനന്തപുരത്ത് നടന്ന കായിക മത്സരത്തിൽ 12 ജില്ലകളിൽ നിന്നായി 132 പേർ പങ്കെടുത്തു. കേരള ലളിതകലാ അക്കാദമി മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടി സംഘടിപ്പിച്ച സമന്വയ കലാ ക്യാമ്പിൽ ശ്രീകുട്ടിയും സംഘവും സജീവ സാന്നിധ്യമായിരുന്നു. വിവിധ കോണുകളിൽ നിന്നുയർന്ന ശബ്ദത്തിന്റെ ഫലമായി ഭിന്നലിംഗക്കാർക്കായുള്ള സംസ്ഥാനത്തെ ഔദ്യോഗിക നയരേഖ 2015 പുറത്തിറങ്ങി. എല്ലാ മേഖലകളിലും ചൂഷണത്തിന് വിധേയരാവുന്ന ഇവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന്റെയും നിയമം തയ്യാറായിട്ടുണ്ട്. ഇനി പൊതുസമൂഹം കൂടി അവരെ സർവാത്മന സ്വീകരിച്ചാൽ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നത് സമൂഹം തന്നെയായിരിക്കും. ടീനേജ് പ്രായം കഴിഞ്ഞ് കോളേജിലൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് പ്രണയം ഉണ്ടാകുന്നത്. എൻ്റെ പ്രണയം എന്ന് വെച്ചാൽ സാധാരണ ഒരു സ്ത്രീകളെ പ്രണയിക്കുന്നതിനേക്കാൾ അപ്പുറം നല്ല രീതിയിൽ പ്രണയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞങ്ങളൊരു 10 വർഷത്തോളം പ്രണയക്ലാസിലാണ് ജീവിച്ചത്. ഭാര്യഭർത്തകപരമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റാത്ത പ്രണയം എപ്പോഴും തീവ്രമായ പ്രണയമാണ്. പിന്നീട് കാലശേഷം ആ പ്രണയം മുന്നോട്ട് പോകുമ്പോൾ ഒരു 25 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്രണയിച്ച ആൾക്ക് തന്നെ പിന്നെ ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ള ബോധം തിരിച്ചറിഞ്ഞ് അവർക്ക് അവരുടെ കൂടെയുള്ളവർക്കൊക്കെ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ സ്ഥിതിക്ക് അപ്പോൾ സ്വയം പുള്ളി തന്നെ നമ്മൾ സ്വയം എടുത്ത തീരുമാനമാണ് വേറെ വിവാഹം കഴിക്കണമെന്നുള്ള തീരുമാനം ഉള്ളതുകൊണ്ട് പുള്ളി വേറെ വിവാഹം കഴിച്ച് വേറെ കുട്ടികളൊക്കെ ആയപ്പോൾ ഞാൻ സ്വയം എൻ്റെ ജീവിതത്തിലോട്ട് എൻ്റെ വഴിയിലോട്ട് ഞാൻ ഇങ്ങനെ മാറിപ്പോവുകയായിരുന്നു. എൻ്റെ പ്രേരണ നഷ്ടപ്പെട്ട സമയത്ത് പിന്നെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാന്നുള്ള ജീവിതം. അപ്പം പിന്നെ ഒരു പരിഹാസങ്ങളായി. പിന്നെ നമ്മൾ നടക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം, ആണായിട്ടും ആ പെണ്ണായിട്ടും ഇങ്ങനെ ജീവിക്കുന്ന പലരും ആണും പെണ്ണും കെട്ടി നടക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലോട്ട് ഇമിഗ്രേറ്റ് പോയി തമിഴ്നാട്ടിൽ പോയി അവിടെ കൂടി നിന്നിട്ട് അവിടെ ജോലി ചെയ്തിട്ട് ഇവരുടെ കൾച്ചറിൽ പോയി ചേരുകയും അവിടെ നിന്നുകൊണ്ട് പിന്നെ സർജറിക്ക് വിധേയമായിട്ട് പൂർണ്ണ സ്ത്രീയായിട്ട് മാറാനുള്ള എല്ലാ ഇതും നോക്കിയിട്ട് അവിടെ സർജറി ചെയ്ത് നമ്മൾ പൂർണ്ണ സ്ത്രീയായി മാറി. നമ്മുടെ മനസ്സ് ഇതാണ്. അപ്പോൾ മനസ്സിനൊത്ത് ശരീരത്തെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സർജറികൾ ചെയ്ത് സ്ത്രീകളുടെ പോലെ ആയി തീരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അങ്ങനെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി പലരും എല്ലാവരും അന്യ സംസ്ഥാനങ്ങളിൽ പോയാണ് ഇങ്ങനെയുള്ള ഒരു സർജറി ചെയ്ത ഒരു സ്ത്രീയായിട്ട് മാറാൻ ശ്രമിക്കുന്നത്. ശ്രീകുട്ടിയാണ് എൻ്റെ എല്ലാത്തിൻ്റെയും കഴിവുകൾ എനിക്കുണ്ട്. അപകർഷതാബോധം കൊണ്ട് ഒളിഞ്ഞു കിടന്ന എന്നെ ജീവിക്കാൻ വഴിയില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിപ്പോയി, ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നപ്പം സ്വന്തം വണ്ടിയുടെ പിറക്ക് പിന്നിലിരുത്തി പെട്രോൾ അടിച്ച് കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടു നടന്ന് എനിക്കൊരു MSW എടുത്ത് സൈക്കാട്രിക് കൗൺസിലിനേക്കാൾ കൗൺസിലിംഗ് തന്ന് എൻ്റെ മനസ്സിലുള്ള സ്ത്രീയെ എൻ്റെ ശരീരത്തിലൂടെ ആവാഹിച്ച് കാട്ടിയ എൻ്റെ മുഖമാകുന്ന കണ്ണാടിയാണ് ശ്രീകുട്ടി. ഉപജീവന മാർഗ്ഗം ജോലി എന്ന് വെച്ചാൽ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ ഈ ശ്രേണത ഒരു കുറ്റകരമായിട്ടും പ്രത്യേകിച്ച് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ശ്രേണത എന്ന് പറയുന്നത് പിന്നെ അത് സെക്സിലോട്ടും സെക്സ് വർക്കിലോട്ടും അവർ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ ആ ജോലിയിൽ തുടരാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമ്മൾ ആ ഒരു ശ്രേണതയോടെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ ജോലിക്ക് ചെന്നാൽ ആ ജോലി ചെയ്യുന്നത് അവർ കുറ്റമായിട്ട് ഈ ഒരു പാവമായിട്ട് കാണിയിട്ട് അവർ ഈ സെക്സ് വർക്കിലോട്ട് കാണിയിട്ട് പിന്നെ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റും. പിന്നെ ഇതെല്ലാ സിറ്റുവേഷനും കൊണ്ടാണ് നമ്മൾ ഇവിടെ നേരെ എല്ലാവരും തമിഴ്നാട്ടിലോട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലോട്ട് പോകുന്നത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്ക് മറ്റുള്ള അവിടെ എങ്ങനെ വേണം ഏത് തരത്തിൽ നമുക്ക് ജീവിക്കുക, ഏത് തരത്തിൽ ഇപ്പോൾ ബെഗിങ് ചെയ്താലോ സെക്സ് വർക്ക് ചെയ്താലോ അങ്ങനെയുള്ള രീതിയിൽ പലരും ജീവിക്കുന്നുണ്ട്. കാരണം എങ്കിലും സ്വന്തം ഐഡൻറ്റിറ്റിയിലാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കോൺഫിഡൻ്റ് ഒരു സംതൃപ്തിയുണ്ട്. ഇവിടെ എന്ത് ചെയ്താലും നമ്മൾ ഐഡൻറ്റിറ്റി നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നില്ല കേരളത്തിൽ. ആ ഒരു പ്രശ്നം കൊണ്ടാണ് പലരും അങ്ങനെ പോയി അവിടെകളിൽ ഇങ്ങനത്തെ ഇത്തരത്തിൽ ജോലികളിൽ ഏർപ്പെടുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനുള്ളിൽ അഭൂതപൂർവമായ നേട്ടങ്ങളാണ് ശാസ്ത്രം കൈവരിച്ചത്. മനുഷ്യന് അവനെപ്പറ്റി തന്നെയുള്ള ധാരണകൾ പാടെ മാറിമറിഞ്ഞു. പക്ഷെ അതൊന്നും ഇന്ത്യൻ പീനൽ കോഡ് എന്ന ശിക്ഷാ നിയമ പുസ്തകം അറിഞ്ഞിട്ടില്ല. 1860 ഈ സംഹിതയുടെ 377 അനുച്ഛേദമാണ് ഇന്നും പ്രകൃതി വിരുദ്ധ കുറ്റങ്ങളെ നിർവചിക്കുന്നതും ശിക്ഷിക്കുന്നതും. സ്ത്രീ പുരുഷൻ എന്നീ 2 പ്രകൃതികളെപ്പറ്റി മാത്രം അറിവുണ്ടായിരുന്ന അക്കാലത്തെ വകുപ്പുകൾ ഭിന്നലിംഗക്കാർക്കെതിരെ ഇപ്പോൾ പ്രയോഗിക്കുന്നത് നിയമപാലനം അവഹേളനവും പരിഹാസവുമാക്കാനാണ് സഹായിക്കുക. ഒരു ജനതയുടെ മുഴുവൻ പ്രണയാവകാശത്തെയും അത് നിഷേധിക്കുന്നു.
കലാകാരനാകുമ്പോൾ ഡാൻസ് ആയിരുന്നാലും പാട്ടായാലും അവർ ആസ്വദിക്കുന്ന അവരുടെ വിഷമങ്ങളാണ്. ചിത്രങ്ങളിൽ നമ്മൾ ചിത്രകലയിലോട്ട് വന്ന് നമ്മുടെ വിഷമങ്ങളാണ് ആ ചിത്രങ്ങളിലൂടെ വരച്ച് കാട്ടുന്നത്. ഇന്നിപ്പോൾ ഞാൻ വരച്ചൊരു ചിത്രമെന്ന് വെച്ചാൽ എൻ്റെ വിഷമം തന്നെയാണ് ഈ ചിത്രം. കാരണം 2 ചങ്ങലയിൽ തളച്ചിട്ടുന്ന ഒരു പ്രാവ് പൊട്ടിച്ച് നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ചിത്രകലയിലോട്ട് ഞാൻ വരച്ച് കാട്ടാൻ എൻ്റെ മനസ്സ് ശ്രമിച്ചത്. സമൂഹം മൊത്തം തളച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മളെ തളച്ചിട്ടിട്ട് ആ തളച്ചിട്ട് നമ്മൾ പൊട്ടി അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഈ ചിത്രകലയോട്. അപ്പോൾ ഈ ലളിതകല അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ നമുക്കിങ്ങനെ ഒരു അവസരം തരുമ്പോൾ നമ്മുടെ കലകൾ ഈ ചിത്രരചന നമ്മളിലുള്ള ഈ ചിത്രരചന നമുക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു പ്രവണത നമുക്കാവും. നൃത്തകലയിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഗുരുക്കന്മാരുണ്ടാവും. കാരണം ഈ കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്ന സ്കൂളിൽ വളരെ കൂടെ അത് ടീനേജ് അല്ലാത്ത വളരെ കുട്ടിക്കാലത്ത് സാറ് ഡ്രോയിങ് പീരീഡ് എന്നൊരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിൽ നമുക്ക് ഡ്രോയിങ് സാറ് ചിത്രങ്ങൾ തരാറുണ്ട്. ആ ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായി വരച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് അങ്ങോട്ട് വരയ്ക്കാൻ ടീനേജ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മുടെ മോഹങ്ങളെല്ലാം മുരടിച്ച് പോവുകയാണ്. ഇപ്പോൾ ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം പലരും ആദ്യമായിട്ടാണ് ബ്രഷും പേനയും പിടിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുമാത്രം അവരെ മനസ്സിനകത്ത് ഉള്ളിനകത്ത് ഈ ചിത്രകല എന്ന് പറയുന്നത് ഉറങ്ങിക്കിടന്നിട്ടുണ്ട്. ഈ ഒരു അവസരം കൊണ്ട് ഉണർന്നു വന്നു. അപ്പോൾ ഈ ഒരു അവസരം അവർക്കൊരു കുഞ്ഞുനാളിൽ കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഇന്ന് ഇരിക്കുന്ന വലിയ മഹാന്മാരെക്കാളും എത്രയോ മഹാന്മാരായി അവർ ചിത്രങ്ങളൊക്കെ വരച്ചതിന്. ഇതെങ്കിലും ഈ നമ്മുടെ സമൂഹം ഇത് അവർ ഉൾക്കണ്ണ് തുറന്ന് കാണുന്നില്ല. അതാണ് കാണേണ്ടത്, ഉൾക്കണ്ണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ സമൂഹം നമ്മുടെ കണ്ണ് തുറക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ലളിതകലാ അക്കാദമി ചെയ്യുന്നത് ട്രാൻസ്ജെൻഡറിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ പോലും ഇത് സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. അവർക്കല്ല അനാരോഗ്യം, സമൂഹത്തിനാണ്. അവർ നമ്മളൊക്കെ ജനിക്കുന്നത് പോലെ തന്നെ ജനിക്കുന്നു, ജീവിക്കുന്നു. അവർക്ക് അതിന് വൈകല്യം എന്ന് പോലും വിളിച്ചുകൂടാ. ഒരു തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു ജീവിതാവസ്ഥ. ഇതുപോലെ ന്യൂനപക്ഷങ്ങൾ വേറെയുണ്ട്. ഗേ സമൂഹം, ലെസ്ബിയൻ സമൂഹം, ഇവരെയൊക്കെ നമ്മൾ ചികിത്സിച്ച് നേരെയാക്കാനല്ല ശ്രമിക്കേണ്ടത്. അവരെ നമ്മുടെ കൂടെ നിർത്തി അവരുടെ സ്വത്വത്തെ അംഗീകരിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മളിത് നടത്തുന്നതിൻ്റെ മറ്റൊന്ന്, ഈ സമൂഹം മറ്റ് കലാകാരന്മാരും ഇവിടെ വരുന്ന പൊതുസമൂഹവുമായിട്ട് ഇടപഴകുന്നത് കാണുന്ന പുറത്തു നിൽക്കുന്ന സമൂഹം ഇവർ അപകടകാരികളല്ലെന്നും ഇവരെ നമുക്ക് തോളിൽ കൈയിട്ട് നമ്മളെപ്പോലെ പരിഗണിക്കാവുന്നവരാണെന്നും ഒരു ബോധം ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം കൂടി നമ്മൾ ഈ നടത്തുന്ന പരിപാടിയിലുണ്ട്. നഗരപ്രാന്തങ്ങളിലും ശവപ്പറമ്പുകളിലും വേശ്യാലയങ്ങളിലും ജീവിതം കണ്ടെത്തുന്ന 3ാം ലിംഗ ജനതയെപ്പറ്റി പരിമിതികളില്ലാത്ത പൊതുസമൂഹത്തിന് യാതൊന്നും അറിഞ്ഞുകൂടെന്ന് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ അരുന്ധതി റോയ് ദ മിനിസ്ട്രി ഓഫ് അഡ്മോസ് ഹാപ്പിനെസ് എന്ന നോവലിൽ അനുതാപത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ജന്മം കൊണ്ട് നഷ്ടപ്പെട്ട ആഹ്ലാദം ജീവിതം കൊണ്ട് തിരിച്ചു പിടിക്കുന്ന ഈ പക്ഷികൾ തങ്ങളെ ബന്ധിക്കുക തന്നെ ചെയ്യണം. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. സാധാരണ സ്ത്രീകളും പുരുഷന്മാരും, സ്ത്രീകൾ ജീവിക്കുന്ന പോലെ പുരുഷന്മാരൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. ഇഷ്ടപ്പെട്ടു വരുന്ന ആളെ നിയമപരമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ അതിനുള്ള നിയമമില്ല. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന IPC 377 പോലുള്ള വകുപ്പുകൾ നിലനിൽക്കുമ്പോൾ അതൊരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. രണ്ടാമത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചില്ലെങ്കിൽ പോലും ഇന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്ത ഒരു കുഞ്ഞിന് സ്നേഹം നൽകാനും കുഞ്ഞിനെ വളർത്താനുമുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ നിയമപ്രകാരം ഇല്ല. അപ്പോൾ അതൊക്കെ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കാണുന്ന നിയമങ്ങളൊക്കെ ട്രാൻസ്ജെൻഡറിനെങ്കിലും മാറ്റി എഴുതിയാൽ മാത്രമേ ഈ ഒരു ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ. എന്നെപ്പോലുള്ള കമ്മ്യൂണിറ്റിക്ക് ഇനി ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിപ്പോൾ ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ ആരോ ആവട്ടെ, ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ജനിക്കുകയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കുടുംബക്കാർ വീട്ടിലെ അച്ഛനമ്മമാർ അത് കാണണം, അത് മനസ്സിലാക്കണം. ഇതിപ്പോൾ ആരുടെ കുറ്റമല്ല. ഇപ്പോൾ പറയുന്ന ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താം. കാരണം അവരാണ് നമുക്ക് ജന്മം തരുന്നത്. എന്നിട്ട് അവർ നമ്മളെ തിരിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞു വിടുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ആരുടെയും കുറ്റമല്ല, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ട് സ്വന്തം കുട്ടികളെ പോലെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുക. അവർ ഏത് സ്വത്വബോധത്തിലാണ് വളരാൻ ആഗ്രഹിക്കുന്ന ആ സ്വത്വബോധത്തിൽ അവളെ വളർത്താൻ ശ്രമിക്കുക. ഇതാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ട്രാൻസ്ജെൻഡേഴ്സിന് മേഖലയിൽ 2% 1% റിസർവേഷൻ ഏർപ്പെടുത്തി അവരെ തൊഴിൽ മേഖലകളിലേക്ക് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് സ്വയം തൊഴിൽ ചെയ്യുവാനും വിദ്യാഭ്യാസമുള്ളവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി കൊടുത്തൊരു മാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്ന വിസിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ള മുഖ്യധാരയിൽ എത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് അതിന് പ്രധാനമായി മുൻകൈ എടുക്കേണ്ടത് സമൂഹവും ഈ ഗവൺമെൻറ്റുമാണ്.